ശ്രേയസ് അയ്യർ നയിക്കുന്ന പഞ്ചാബിൻ്റെ നിലവിലെ പ്ലേ ഓഫ് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ഒരു അനാലിസിസ്. അവശേഷിക്കുന്ന മത്സരങ്ങളിനി 2 എണ്ണമാണുള്ളത്. 2 മത്സരമാണ് ബാക്കിയുള്ളത് അവർക്ക്. ടീമിന് ഇപ്പോൾ 11 മത്സരങ്ങളിൽ നിന്ന് 13 പോയിൻ്റാണുള്ളത്. ഒരു മത്സരം മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി സുരക്ഷിതമായി പ്ലേ ഓഫിലോട്ട് എത്തണമെങ്കിൽ 2 മത്സരങ്ങളും വൻ മാർജിനിൽ അവർക്ക് 17 പോയിൻ്റ് കിട്ടും. വൻ മാർജിനിൽ ജയിച്ചാൽ അവർ കംഫർട്ടബിളാണ്. ഇനി ഒരു മത്സരമാണ് ജയിക്കുന്നതെങ്കിൽ ടീം 15 പോയിന്റിൽ ഒതുങ്ങും. അങ്ങനെയെങ്കിൽ മറ്റ് ടീമുകളുടെ മത്സരഫലങ്ങളെയും നെറ്റ് റൺ റേറ്റിനെയും ആശ്രയിച്ചിരിക്കേണ്ടി വരും. 2 മത്സരങ്ങളും തോറ്റാൽ പഞ്ചാബ് ടൂർണമെൻറ്റിൽ നിന്നും പൂർണ്ണമായും പുറത്താക്കും. ടീമിൻ്റെ പ്രധാന പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മോശം ബൗളിങ്ങും ഫീൽഡിങ്ങുമാണ്. കഴിഞ്ഞ 5 മത്സരങ്ങളിലും എതിർ ടീമുകൾ വലിയ സ്കോറുകൾ അടിച്ചെടുക്കുന്നതാണ് പഞ്ചാബിന് തിരിച്ചടിയായത്. ഫീൽഡിങ്ങിലെ പിഴവുകളും ക്യാച്ചുകൾ കൈവിടുന്നതും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കും കോച്ച് റിക്കി പോണ്ടിങ്ങിനും വലിയ തലവേദനയുണ്ടാക്കുന്നു. ചുരുക്കത്തിൽ പഞ്ചാബ് കിങ്സിന് ഇനിയുള്ള മത്സരങ്ങൾ ഡു ഓർ ഡൈ പോരാട്ടങ്ങളാണ്. അടുത്ത മത്സരങ്ങളിൽ മികച്ച പ്രകടനം പുറത്തെടുത്താൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫ് ടിക്കറ്റ് ഉറപ്പാക്കാൻ സാധിക്കൂ.